ഹലോ ഫ്രണ്ട്സ്, ബയോളജിയിലെ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ലെക്ചറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും സിസ്റ്റമാറ്റിക്സിനെ കുറിച്ചും ടാക്സോണമിക് ഹയറാർക്കിയെക്കുറിച്ചുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ ലിവിങ് ഓർഗാനിസംസിൻ്റെ വാട്ട് ഈസ് ലിവിങ് എന്നുള്ള ടോപ്പിക്, അതായത് എന്താണ് ലിവിങ് ഓർഗാനിസംസിൻ്റെ ക്യാരക്ടേഴ്സ്, ലിവിങ് ഓർഗാനിസംസിനെ മറ്റു നോൺ ലിവിങ് ഓബ്ജക്ട്സിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്, അതായത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയെക്കുറിച്ചും എർത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓർഗാനിസംസിനെ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ഓർഗാനിസംസിനെ നെയിം ചെയ്യുന്ന സിസ്റ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ ടാക്സോണമിക് ഹയറാർക്കിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലും ഇതിൻ്റെ രണ്ടാമത്തെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിലുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേമാണ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അവരെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ NCERT പ്രകാരം 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഓർഗാനിസംസിനെ ഓരോന്നിനെയും എടുത്ത് പഠിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ഓർഗാനിസംസിനെയും ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഗ്രൂപ്പായിട്ട് അവരെ പലവിധ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് അവരുടെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഒക്കെ നോക്കിയിട്ട് പലവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള മറ്റു ഓർഗാനിസംസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. ഇതാണ് ശരിക്കും ക്ലാസിഫിക്കേഷൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ രീതികളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് നമുക്ക് സിസ്റ്റമാറ്റിക്സ് ആണ്. ദെൻ നമുക്ക് ടാക്സോണമിക് ഹയറാർക്കി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എവറി ഇയർ about 15,000 ന്യൂ ഓർഗാനിസംസ് ആർ ഡിസ്കവേർഡ്. ഞാൻ പറഞ്ഞു 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് എർത്തിലുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതിലേക്ക് ഓരോ ഇയറും പുതിയ ഓർഗാനിസംസ് നമ്മൾ കണ്ടെത്തി ആഡ് ചെയ്യുന്നുണ്ട്. തൗസൻഡ്സ് ആർ സ്റ്റിൽ അൺനോൺ ആൻഡ് ആർ യെറ്റ് ടു ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ്. ഇപ്പോഴും നമുക്കറിയാത്ത ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഓർഗാനിസംസിനെയും എടുത്ത് അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പഠിക്കുക എന്നുള്ളത് നമ്മൾ ലൈഫ് ടൈം മൊത്തം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസിനെ പഠിക്കാൻ നമുക്ക് കഴിയില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട് ഓരോ ക്ലാസിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് മറ്റു ഓർഗാനിസംസിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയയിലെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർഗാനിസംസിനെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട് അവരെ പഠിക്കുന്ന, അതായത് സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ്, അതിനാണ് ശരിക്കും. അതുപോലെ തന്നെ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം, അതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. ഇനി ഈ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് നമ്മൾ സിസ്റ്റമാറ്റിസ്റ്റ് അല്ലെങ്കിൽ ടാക്സോണമിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സയൻറ്റിസ്റ്റ് ഹു സ്റ്റഡി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ആർ നോൺ ആസ് സിസ്റ്റമാറ്റിസ്റ്റ് ഓർ ടാക്സോണമിസ്റ്റ് ആൻഡ് ദർ സബ്ജക്റ്റ് ഈസ് കാൾഡ് സിസ്റ്റമാറ്റിക്സ്. ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ശാസ്ത്രകാരന്മാരെയാണ് നമ്മൾ സിസ്റ്റമാറ്റിസ്റ്റ് എന്ന് പറയാം. ആ ശാസ്ത്രശാഖയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. കരോളസ് ലിനേഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ നമുക്ക് ഒരുപാട് ഈ ഒരു ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നെയിംസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, കരോളസ് ലിനേഴ്സ് ഈസ് ദി ഫാദർ ഓഫ് ടാക്സോണമി. ടാക്സോണമിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് ഈ കരോളസ് ലിനേഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽപ്പെട്ടതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതുപോലെ തന്നെ ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സയൻറ്റിഫിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളതും കരോളസ് ലിനേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് സിസ്റ്റമാറ്റിക്സ് അല്ലേ. ഇനി
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെഫിനിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ആൻഡ് ഓൾ ദർ കമ്പാരിറ്റീവ് ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ കമ്പാരിറ്റീവ് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, എക്കോളജി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ശാസ്ത്രശാഖകളൊക്കെ വെച്ചിട്ടുള്ള ഓർഗാനിസംസിൻ്റെ പഠനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുന്നേ നമ്മൾ സിസ്റ്റമാറ്റിക്സ്, അതുപോലെ ടാക്സോണമി, അതുപോലെ ക്ലാസിഫിക്കേഷൻ, ഈ ടേംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്തിരുന്നു. അതായത് ടാക്സോണമിയുടെ സ്ഥാനത്ത് സിസ്റ്റമാറ്റിക്സ് എന്നും സിസ്റ്റമാറ്റിക്സിൻ്റെ സ്ഥാനത്ത് ടാക്സോണമി എന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നു. സിംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അതിലൊരു തീരുമാനം ഉണ്ടാക്കിയത്. അതായത് അയാൾ ഈ 3 സംഭവങ്ങളെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പോഴും നമ്മുടെ ബയോളജിസ്റ്റ് ഈ 3 ടേംസിനെയും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും അതിനെ ക്ലിയർ കട്ടായിട്ട് ഉള്ള ഒരു ഡിഫറൻഷിയേഷൻ അതിന് കൊടുത്തത് സിംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ആണ്. അതുപോലെ ടാക്സോണമി, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസിനെ നമ്മൾ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അതുപോലെ അതിന് വേണ്ടിയിട്ട്, ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിനെയും അതുപോലെ പ്രൊസീജിയേഴ്സിനെയും ഒക്കെ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെയും പ്രൊസീജിയേഴ്സിനെയും ഒക്കെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയാം. അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സും ഒക്കെ ആയി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോൾ സിംസൺ regarded classification as subtopic of systematics that deals with ordering of organisms into groups and taxonomy as the study of principles and procedures of classification. Okay, ടാക്സോണമിയും അതുപോലെ തന്നെ എന്താണ് ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻഷിയേഷൻ അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ജോൺ റേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ജോൺ റേൻ്റെ 1-2 കോൺട്രിബ്യൂഷൻസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സ്പീഷീസ് എന്നുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ജോൺ റേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. മോണോകോട്ടിലിഡൻസ് അതുപോലെ ഡൈകോട്ടിലിഡൻസ് എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ടേംസും, അതായത് എംബ്രിയോ ആയിരിക്കുമ്പം 1 കോട്ടിലിഡൻ ഉള്ളത് അല്ലെങ്കിൽ 2 കോട്ടിലിഡൻ ഉള്ളത് എന്ന മീനിങ് വരുന്ന മോണോകോട്ടിലിഡൻസ് അതുപോലെ ഡൈകോട്ടിലിഡൻസ് എന്ന് പറയുന്ന ടേംസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതും ആരാണ്? ജോൺ റേ ആണ്. അപ്പോൾ സ്പീഷീസ് എന്ന് പറയുന്ന ടേം പ്രൊവൈഡ് ചെയ്തു അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ മോണോകോട്ടിലിഡൻസ് ആൻഡ് ഡൈകോട്ടിലിഡൻസ് എന്ന് പറയുന്ന ടേമും അദ്ദേഹമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കരോളസ് ലിനേഴ്സ് എന്ന് പറയുന്ന ഫാദർ ഓഫ് ടാക്സോണമി ആയിട്ടുള്ള കരോളസ് ലിനേഴ്സ് അല്ലേ, അദ്ദേഹം referred to as father of taxonomy, published Systema Naturae and described 4326 species of animals. നമുക്ക് പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പബ്ലിക്കേഷൻ ഏതാണ്? സിസ്റ്റമ നേച്ചറെ. സിസ്റ്റമ നേച്ചറെ എന്ന് പറയുന്ന പബ്ലിക്കേഷനിലൂടെ കരോളസ് ലിനേഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 4326 ആനിമൽസിനെ ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, അനിമൽസിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അനിമൽസിനെ വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനാണ് നമ്മൾ സിസ്റ്റമ നേച്ചറെ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം തന്നെ പ്ലാന്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേറൊരു പബ്ലിക്കേഷൻ അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേരാണെന്ത്? സ്പീഷീസ് പ്ലാന്റാരം. എന്താണ്? സ്പീഷീസ് പ്ലാന്റാരം. ഓക്കെ, അപ്പോൾ സിസ്റ്റമ നേച്ചറയും അതുപോലെ തന്നെ സ്പീഷീസ് പ്ലാന്റാറവും ആരുടെ പബ്ലിക്കേഷനാണ്? കരോളസ് ലിനേഴ്സിൻ്റെ പബ്ലിക്കേഷൻസ് ആണ്. റെഡി? ഇനി ലിനേഴ്സ് ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് എ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് നോൺ ആസ് ദി ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതായത് ഓർഗാനിസംസിന് നെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തു. അത് നമ്മൾ ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്നാണ് പറയുന്നത്. ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ബൈനോമിയൽ എന്ന് പറയുമ്പം 2 വേർഡ്സ് ഉള്ള അല്ലെങ്കിൽ 2 നെയിംസ് ഉള്ള ഒരു സിസ്റ്റമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഓർത്ത് വെക്കുക. ഒന്ന്, സിസ്റ്റമ നേച്ചറെ എന്ന് പറയുന്ന അനിമൽസിൻ്റെ പബ്ലിക്കേഷൻ. രണ്ടാമത്തേത് സ്പീഷീസ് പ്ലാന്റാരം എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ പബ്ലിക്കേഷൻ. മൂന്നാമത്തേത് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇത് 3ഉം ആരുടെ കോൺട്രിബ്യൂഷനാണ്? ലിനേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഫാദർ ഓഫ് ടാക്സോണമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി
നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൽ 2-3 സ്റ്റെപ്സ് നമുക്ക് പരിചയപ്പെടാം. അതായത് ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ പുതിയ ഒരു ഓർഗാനിസത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് ആ ഓർഗാനിസത്തിനുള്ളതെന്ന് നോക്കും, അത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഓർഗാനിസത്തിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏത് ഓർഗാനിസവുമായിട്ടാണ് പുതിയ ഓർഗാനിസം മാച്ച് ആവുന്നത് എന്ന് നമ്മൾ നോക്കും. ഓക്കെ, അതാണ് രണ്ടാമതായിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഓർഗാനിസം ഏത് ഗ്രൂപ്പിലാണുള്ളത് ആ ഗ്രൂപ്പിലേക്ക് ഇവനെ പ്ലേസ് ചെയ്യും. റെഡി? ആദ്യം നമ്മൾ എന്ത് ചെയ്തു, പുതിയ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് മൊത്തം ലിസ്റ്റ് ഔട്ട് ചെയ്തു. രണ്ടാമതായിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ്സിലെ ഏത് ഗ്രൂപ്പുമായിട്ടാണ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസംസുമായിട്ടാണ് ഈ ഓർഗാനിസത്തിന് സിമിലാരിറ്റീസ് ഉള്ളത് എന്ന് നോക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഗ്രൂപ്പിലേക്ക് ഈ ഓർഗാനിസത്തിനെ പ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഓർഗാനിസം ആയതുകൊണ്ട് നമുക്കതിനൊരു പേര് വെക്കണം അല്ലേ. അങ്ങനെ നമ്മൾ അതിനൊരു പേരും വെക്കും. ഇത്രയും പ്രൊസീജിയേഴ്സാണ് ടാക്സോണമിയിൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതിനെ നമ്മൾ ക്യാരക്ടറൈസേഷൻ എന്നാണ് പറയുക. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഓർഗാനിസത്തിൻ്റെയും ക്യാരക്ടേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്യാരക്ടറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഐഡൻറ്റിഫിക്കേഷൻ. ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, എന്നിട്ടാണ് അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തുക. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പുമായിട്ടാണോ ഈ ഓർഗാനിസം മാച്ച് ആയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അതിലേക്ക് ഇതിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ക്ലാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പേര് വെക്കും. ആ ഓർഗാനിസത്തെ കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ നെയിമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടുത്തെ പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നെയിമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം ആ ഓർഗാനിസത്തിന് നമ്മൾ കൊടുക്കും. അതിനാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയാം. അപ്പോൾ ഈ 4 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ക്യാരക്ടറൈസേഷൻ അല്ലേ, ക്യാരക്ടറൈസേഷൻ. രണ്ടാമത്തേത് ഐഡൻറ്റിഫിക്കേഷൻ. മൂന്നാമത്തേത് ക്ലാസിഫിക്കേഷൻ. നാലാമത്തേത് നോമൻക്ലേച്ചർ. ഓക്കെ, നോമൻക്ലേച്ചർ. ഇങ്ങനെ 4 സ്റ്റെപ്സാണ് ക്ലാസിഫിക്കേഷനിലുള്ളത്. ഇറ്റ് ഈസ് അപ്പോൾ ക്യാരക്ടറൈസേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു ഐഡൻറ്റിഫൈ ആൻഡ് ക്യാരക്ടറൈസ് ആൻ അൺനോൺ ഓർഗാനിസം ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് നോൺ ഓർഗാനിസം. നമുക്ക് പറയുന്ന ഓർഗാനിസംസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ഓർഗാനിസത്തിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാക്സോണമിക്കൽ എയ്ഡ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുമ്പം നമ്മുടെ സിലബസിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഹെർബേറിയം, അതുപോലെ മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്, ഇങ്ങനെ ഒരുപാട്, അതുപോലെ തന്നെ കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടാക്സോണമിക്കൽ എയ്ഡ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. എന്തായാലും ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓർഗാനിസത്തിനെ സ്റ്റഡി ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, ക്യാരക്ടറൈസ് ചെയ്യുക. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗ്രൂപ്പാക്കി തിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലേ, അതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് ഇൻ ദി ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ അഫിനിറ്റീസ് ഓർ റിലേഷൻഷിപ്സ്. ഓർഗാനിസംസിനെ അവർ പരസ്പരം തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയിട്ട് അല്ലെങ്കിൽ അഫിനിറ്റി നോക്കിയിട്ട് നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിലൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നോമൻക്ലേച്ചറാണ്. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നെയിമിംഗ് ആണ് അല്ലേ. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഓർഗാനിസംസ് നമുക്കൊരു പേര് കൊടുക്കണം. അപ്പോൾ ആ പേര് കൊടുക്കുമ്പോൾ 2 രീതിയിലുള്ള നെയിംസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. നമ്മൾ യൂണിവേഴ്സിൽ നോക്കുമ്പോൾ ഒരു ഓർഗാനിസത്തിന് 2 രീതിയിലുള്ള നെയിം ഉണ്ടാവും. ഒന്നാമത്തേത് കോമൺ നെയിം എന്നാണ് നമ്മൾ പറയുക. കോമൺ നെയിം എന്ന് പറയുമ്പം ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ അവിടുത്തെ പീപ്പിള് അതിനെന്താണോ വിളിക്കുന്നത്, അവിടുത്തെ ആളുകൾ ആ ഓർഗാനിസത്തിന് വിളിക്കുന്ന പേരാണെന്ത്, കോമൺ നെയിം എന്ന് പറയുന്നത്. കോമൺ നെയിം ഇപ്പോൾ ലാംഗ്വേജ് മാറുന്നതിനനുസരിച്ച് കോമൺ നെയിം മാറും, അതുപോലെ ജിയോഗ്രഫി മാറുന്നതിനനുസരിച്ച് കോമൺ നെയിം മാറും അല്ലേ. ലോകത്ത് എല്ലായിടത്തും ഒരു ഓർഗാനിസത്തിന് ഒരു കോമൺ നെയിം ആയിരിക്കില്ല ഉണ്ടായിരിക്കുക, വ്യത്യസ്ത കോമൺ നെയിം ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ സയൻറ്റിഫിക് നെയിം എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക് വേൾഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് വേൾഡ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നെയിമേ ഉണ്ടാവും. ആ നെയിം യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിരിക്കും.
ഫോർ എക്സാമ്പിൾ മാംഗോൻ്റെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മാംഗോയുടെ പേരാണ് എന്ത്? മാഞ്ചിഫെറ ഇൻഡിക്ക അല്ലേ? മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നത് മാംഗോയുടെ സയൻറ്റിഫിക് നെയിമാണ്. അപ്പോൾ ഈ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന സയൻറ്റിഫിക് നെയിം തന്നെയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഓസ്ട്രേലിയയിലും ഇറ്റലിയിലും ഒക്കെ ഉണ്ടാവുക അല്ലേ? ഒറ്റൊരു നെയിമേ മാംഗോക്ക് ഉണ്ടാവുള്ളൂ, അത് മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സയൻറ്റിഫിക് നെയിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരു പേര് മാത്രമാണ് ഒരു ഓർഗാനിസത്തിന് ഉണ്ടാവുക. ഓക്കെ, നോമൻക്ലേച്ചറിൻ്റെ ഡെഫിനിഷൻ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് പ്രൊവൈഡിങ് distinct and proper names to organisms as per the established universal practices and rules so that they can be easily recognized and differentiated from others. അതായത് ഓർഗാനിസംസിനെ നെയിം ചെയ്യുന്ന പ്രോസസ്സാണ് നോമൻക്ലേച്ചർ അല്ലേ? ഈച്ച് ഓർഗാനിസം ഈസ് ഗിവൺ എ 2-word നെയിം, ജനറിക് ആൻഡ് സ്പെസിഫിക്. ഇവിടെ നമ്മൾ പറയുന്നത് സയൻറ്റിഫിക് നെയിമിനെ കുറിച്ചാണ്. സയൻറ്റിഫിക് നെയിംസിൽ ഒരു ഓർഗാനിസത്തിന് 2 വേർഡുള്ള അല്ലെങ്കിൽ 2 നെയിംസ് ഉള്ള ഒരു നെയിമാണ് നമ്മൾ ചെയ്യുക. അതിൽ ആദ്യത്തേത് ജീനസ് നെയിം ആയിരിക്കും, രണ്ടാമത്തേത് സ്പീഷീസ് നെയിമുമായിരിക്കും. ജീനസ് നെയിമിനെ നമ്മൾ ജനറിക് നെയിം എന്ന് പറയും, അതുപോലെ സ്പീഷീസ് നെയിമിന് നമ്മൾ സ്പെസിഫിക് എപ്പിതെറ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓർഗാനിസംസിന് നെയിം കൊടുക്കുന്നതിനാണ് നോമൻക്ലേച്ചർ എന്ന് പറയാം. 2 ടൈപ്പ് ഓഫ് നോമൻക്ലേച്ചർ ആണുള്ളത്. ഒന്നാമത്തേത് കോമൺ നെയിമിങ്ങും രണ്ടാമത്തേത് സയൻറ്റിഫിക് നെയിമിങ്ങും അല്ലേ? കോമൺ നെയിമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Common names are local names which are given to the animals and plants in a particular language and region of the world by local persons. ഒരു ലോക്കാലിറ്റിയിലുള്ള ആളുകൾ ഒരു ഓർഗാനിസത്തെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ കോമൺ നെയിം. കോമൺ നെയിംസ് നമ്മൾ വേർണക്കുലർ നെയിംസ് എന്നും പറയും. ഓക്കെ, ഇനി സയൻറ്റിഫിക് നെയിം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരേ ഒരു പേര് മാത്രമാണ് ഒരു ഓർഗാനിസത്തിന് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് നെയിം എന്ന് പറയാം അല്ലേ? സയൻറ്റിഫിക് നെയിമിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ മുമ്പൊക്കെ, അതായത് ആദ്യകാലങ്ങളിൽ സയൻറ്റിഫിക് നെയിംസിൽ 2 വേർഡിന് പകരം ഒരുപാട് നെയിംസ് ഉണ്ടായിരുന്നു, ഒരുപാട് വേർഡ്സുള്ള നെയിംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നെയിംസുള്ള അല്ലെങ്കിൽ ഒരുപാട് വേർഡ്സുള്ള നെയിമിംഗ് സിസ്റ്റത്തെയാണ് നമ്മൾ പോളിനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. പോളിനോമിയൽ എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് അല്ലേ? പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് നെയിംസ് അടങ്ങുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന നെയിമിംഗ് സിസ്റ്റമാണ് പോളിനോമിയൽ നോമൻക്ലേച്ചർ. അതിൻ്റെ ശേഷം പിന്നെ 3 നെയിംസ് ഉള്ള ഒരു സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ വന്നു. അതിന് നമ്മൾ ട്രൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ് പറയാം. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചറാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ 2 വേർഡ്സുള്ള, പ്രധാനമായിട്ടും 2 വേർഡ്സുള്ള നെയിമിംഗ് സിസ്റ്റത്തെയാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഇതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആരാണ്? കരോളസ് ലിനേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഫാദർ ഓഫ് ടാക്സോണമി ആയിട്ടുള്ള കരോളസ് ലിനേഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ബൈനോമിയൽ നോമൻക്ലേച്ചർ പുട്ട് ഫോർവേഡ് ചെയ്തപ്പം ഈ ഒരു എന്താ പറയുക, ബൈനോമിയൽ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് റൂൾസ് പറഞ്ഞു അല്ലേ? അതായത് നമുക്ക് തോന്നിയ പോലെ എന്ത് ചെയ്യരുത്, പേര് വെക്കരുത് അല്ലെങ്കിൽ പേര് എഴുതാൻ പാടില്ല. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് നമ്മുടെ സിലബസിലുള്ളത് കൊണ്ട് നമുക്കതൊന്ന് പരിചയപ്പെടാം അല്ലേ? എന്തൊക്കെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂൾസ്? ഒന്നാമത്തേത്, നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ്. സയൻറ്റിഫിക് നെയിംസ് ലാറ്റിൻ ലാംഗ്വേജിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി അതിൻ്റെ ഒറിജിൻ ലാറ്റിൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും? ലാറ്റിനൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യുമ്പം ഇറ്റാലിക്സിലാണ് പ്രിൻ്റ് ചെയ്യുക. അതെന്തിനാണ്? മറ്റു വേർഡ്സിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സെൻറ്റൻസസിൽ നിന്നും ഇത് സയൻറ്റിഫിക് നെയിമാണ്, ഇതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, ഇതൊരു ഓർഗാനിസത്തെ ഡിനോട്ട് ചെയ്യുന്ന ഒരു പേരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സയൻറ്റിഫിക് നെയിമിനെ നമ്മൾ ഇറ്റാലിക്സിലാണ് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് നെയിംസ് ലാറ്റിനിലായിരിക്കണം, അത് പ്രിൻ്റ് ചെയ്യുന്നത് ഇറ്റാലിക്സിലായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തേത്, ഇഫ് ലാറ്റിൻ വെർഷൻ ഇസ് നോട്ട് അവൈലബിൾ ദെൻ നെയിംസ് ആർ ലാറ്റിനൈസ്ഡ്. ലാറ്റിൻ വെർഷൻ ഇല്ല എങ്കിൽ നമ്മൾ ലാറ്റിനൈസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഏത് ലാംഗ്വേജിലാണോ ഉള്ളത് അത് ലാറ്റിനൈസ് ചെയ്യാണ് ചെയ്യാം. മൂന്നാമത്തേത്, ബൈനോമിയൽ കൺസിസ്റ്റ് ഓഫ് ജീനസ് ആൻഡ് സ്പെസിഫിക് എപ്പിതെറ്റ്. ജീനസ് നെയിം ഉണ്ട്, അതുപോലെ തന്നെ സ്പീഷീസ് നെയിം ഉണ്ടാവും ഒരു സയൻറ്റിഫിക് നെയിമിൽ. ഉദാഹരണത്തിന് എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഒരു എക്സാമ്പിളാണ് പാന്തറ ലിയോ അല്ലേ? പാന്തറ ലിയോ, ലയണിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പാന്തറ ലിയോ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ആദ്യത്തെ നെയിമിന് നമ്മൾ ജീനസ് നെയിം അല്ലെങ്കിൽ
ജനറിക് നെയിം എന്നാണ് പറയാം. ഓക്കെ, ജനറിക് നെയിം അല്ലെങ്കിൽ ജീനസ് നെയിം. രണ്ടാമത്തതിനെ നമ്മൾ സ്പീഷീസ് നെയിം എന്നാണ് പറയാം. രണ്ടാമത്തെ വേർഡിനെ അല്ലെങ്കിൽ രണ്ടാമത്തെ നെയിമിന് നമ്മൾ സ്പീഷീസ് നെയിമാണ് എന്നാണ് പറയാം. ഇങ്ങനെ ഒരു നെയിമിൽ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റത്തിൽ നമ്മളൊരു ഓർഗാനിസത്തെ നെയിം ചെയ്യുമ്പോൾ 2 വേർഡ്സ് അല്ലെങ്കിൽ 2 നെയിംസ് ആണ് ഉണ്ടാവുക. ആദ്യത്തേത് ജീനസ് നെയിമും അതുപോലെ രണ്ടാമത്തേത് സ്പീഷീസ് നെയിമും. ഇനി നെയിം ഓഫ് ജീനസ് ആൾവേസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ വൈൽ നെയിംസ് ഓഫ് സ്പീഷീസ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. അപ്പോൾ ഇവിടെ പാന്തര ലിയോ എന്ന് എഴുതിയാൽ ഈ ജീനസ് നെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും. അതുപോലെ സ്പീഷീസ് നെയിം സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ജീനസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ സ്പീഷീസ് നെയിം എപ്പോഴും എന്ത് ചെയ്യണം, സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് അടുത്ത റൂള്. ഇനി നെയിംസിന് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇഫ് നെയിംസ് ആർ ഹാൻഡ് റിട്ടൺ നെയിം ഓഫ് ജീനസ് ആൻഡ് നെയിം ഓഫ് സ്പീഷീസ് ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. ഞാനിവിടെ സയൻറ്റിഫിക് നെയിം ആയിട്ടുള്ള പാന്തര ലിയോ എന്ന് എഴുതിയപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. പാന്തരക്ക് മാത്രമാണ് അണ്ടർലൈൻ ചെയ്തത്. ഇതുപോലെ ലിയോ എന്ന് പറയുന്ന നെയിമിനും അണ്ടർലൈൻ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഒറ്റ അണ്ടർലൈനിങ് അല്ല, സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. എഴുതുകയാണെങ്കിൽ, പ്രിൻ്റ് ചെയ്യുകയാണെങ്കിലോ ഇറ്റാലിക്സിൽ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ നെയിം ഓഫ് ഓതർ കംസ് ആഫ്റ്റർ ദ നെയിം ഓഫ് സ്പീഷീസ് ജനറലി റിട്ടൺ ഇൻ അബ്രിയേറ്റഡ് ഫോം ഇൻ റോമൻസ്. അതായത് നമ്മൾ ഓതറിൻ്റെ പേര് കാണിക്കുകയാണെങ്കിൽ, ഓതറിൻ്റെ പേര് കാണിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, സാധാരണയായിട്ട് നമ്മളിപ്പം മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് നമ്മൾ ഏതാണ്, ഇത് ആണ് മാംഗോൻ്റെ സയൻറ്റിഫിക് നെയിം അല്ലേ. ഇതിനെ കണ്ടെത്തി അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ പേര് ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേര് നമ്മൾ ചുരുക്കി എഴുതും. ഓക്കെ, ലിൻ എന്നാണ് നമ്മൾ അവിടെ എഴുതുക. അപ്പം മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന സ്പീഷീസ് ലിനേയസ് ഡിസ്കവർ ചെയ്തിട്ടുള്ള സ്പീഷീസ്. അപ്പോൾ ഓതറിൻ്റെ നെയിം നമ്മൾ അബ്രീവിയേറ്റഡ് ഫോമിൽ അവസാനത്തിൽ സ്പീഷീസ് നെയിമിൻ്റെ ശേഷം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഓതറിൻ്റെ നെയിമോട് കൂടിയുള്ള സയൻറ്റിഫിക് നെയിമിനെ നമ്മൾ ബൈനോമിയൽ എപ്പിത്തറ്റ് എന്നാണ് പറയുക. ബൈനോമിയൽ അലോങ് വിത്ത് നെയിം ഓഫ് ഓതർ ഈസ് റെഫേർഡ് ആസ് ബൈനോമിയൽ എപ്പിത്തറ്റ്. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക് നെയിമിനെ ബൈനോമിയൽ എന്നാണ് പറയുക. അതോടുകൂടി സയൻറ്റിസ്റ്റിൻ്റെ നെയിമും കൂടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ബൈനോമിയൽ എപ്പിത്തറ്റ് എന്നാണ് പറയുക. മാക്സിമം ആൻഡ് മിനിമം നമ്പർ ഓഫ് ആൽഫബറ്റ്സ് ഇൻ ജീനസ് ആൻഡ് സ്പീഷീസ് ഇസ് ഫ്രം 12 to 3 റെസ്പെക്റ്റീവ്ലി. അതായത് ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ ജീനസ് ആൻഡ് സ്പീഷീസ് നെയിമിൽ 12 മുതൽ, ഒരു വേർഡിൽ 12 മുതൽ അല്ലെങ്കിൽ 3 മുതൽ 12 വരെ ലെറ്റേഴ്സാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് അല്ലേ. അതായത് മിനിമം 3 ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു വേർഡിൽ. അതുപോലെ മാക്സിമം ഓഫ് 12 ലെറ്റേഴ്സ്, ഇത്രയുമാണ് ഒരു വേർഡിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി സ്പീഷീസിൽ 2 വേർഡ് ഉണ്ടെങ്കിൽ, ചില സ്പീഷീസ് നെയിംസിൽ 2 വേർഡ് ഉണ്ടാവും അല്ലേ. അങ്ങനെ 2 വേർഡ് ഉണ്ടെങ്കിൽ സ്പീഷീസിൻ്റെ നെയിം തന്നെയാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആ 2 വേർഡ്സും ഹൈഫൻ ഇട്ടിട്ട് അവർ രണ്ടിനെയും ജോയിൻ ചെയ്യാണ് ചെയ്യുക. ഉദാഹരണത്തിന് ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറയുന്നത് നമ്മളെ ചൈന റോസിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. ഇവിടെ റോസ സൈനൻസിസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഷീസ് നെയിമാണ്. അപ്പോൾ അതിൽ 2 വേർഡ്സ് ഉള്ളതുകൊണ്ട് റോസ എന്ന് പറയുന്ന വേർഡിൻ്റെ ശേഷം നമ്മൾ ഹൈഫൻ ഇട്ടിട്ടാണ് സൈലൻസിസ് എന്ന് പറയുന്ന ആ വേർഡ് എന്ത് ചെയ്യുക, എഴുതുക അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് പ്രിയോറിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് പ്രിയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരേ ഓർഗാനിസത്തിന് 2 ആൾ വ്യത്യസ്ത പേരിട്ടു. അപ്പോൾ 2 പേരുമായിട്ട് നമ്മുടെ സയൻറ്റിഫിക് അതോറിറ്റിൻ്റെ മുന്നിൽ വന്നാൽ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഇട്ട പേര്, ഓക്കെ, ഫസ്റ്റ് വാലിഡ് പബ്ലിഷ്ഡ് നെയിം ഈസ് അക്സെപ്റ്റഡ് ആസ് ബൈനോമിയൽ. വാലിഡ് ആയിട്ടുള്ള ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത നെയിം ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ ബൈനോമിയൽ ആയിട്ട് എടുക്കും. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളതിനൊക്കെ അതിൻ്റെ സിനോണിംസ് ആയിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രിയോറിറ്റി എന്ന് പറയുക. ദ ഫസ്റ്റ് വാലിഡ് പബ്ലിഷ്ഡ് നെയിം ഈസ് അക്സെപ്റ്റഡ് ആസ് ബൈനോമിയൽ ആൻഡ് ദ റെസ്റ്റ് ആർ കൺസിഡർഡ് ആസ് സിനോണിംസ്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സയൻറ്റിഫിക് നെയിംസിനെ കുറിച്ച് പറയാനുള്ളത്. സയൻറ്റിഫിക് നെയിംസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, അതായത്
സയൻറ്റിഫിക് നെയിമിൽ ബൈനോമിയൽ നോമൻക്ലേച്ചറിലെ റൂള് ഒന്ന് 2 വേർഡ്സാണ് ഉണ്ടാവുക, ജീനസ് നെയിമും അതുപോലെ സ്പീഷീസ് നെയിമും അല്ലേ. രണ്ടാമത്തേത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ജീനസ് നെയിം തുടങ്ങേണ്ടത്, സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സ്പീഷീസ് നെയിം തുടങ്ങേണ്ടത്. പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിലായിരിക്കണം, ഏതാണെങ്കിൽ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഓദറിൻ്റെ നെയിം സ്പീഷീസ് നെയിമിൻ്റെ അവസാനത്തിലാണ് അല്ലെങ്കിൽ ശേഷമാണ് വരേണ്ടത്. അത് അബ്രിവിയേറ്റഡ് ഫോമിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. 3 വേർഡ് മുതൽ 3 ആൽഫബറ്റ് മുതൽ അല്ലെങ്കിൽ 3 ലെറ്റേഴ്സ് മുതൽ 12 ലെറ്റേഴ്സ് വരെയാണ് ഒരു വേർഡിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്താണ് സ്പീഷീസ് നെയിമിൽ 2 വേർഡ്സ് വരുന്നുണ്ടെങ്കിൽ 2 വേർഡ്സിൻ്റെ ഇടയിൽ ഹൈഫൻ ഇട്ടിട്ടാണ് നമ്മൾ അവരെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് ടാക്സോണമിക് ഹയറാർക്കിയാണ്. എന്താണ് ടാക്സോണമിക് ഹയറാർക്കി? നമ്മൾ ഇതുവരെ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ നടത്തി, എന്താണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസുമായിട്ട് നമ്മുടെ പുതിയ കണ്ടെത്തിയ ഓർഗാനിസത്തെ നമ്മൾ കമ്പയർ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ നെയിം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഇവരെ ഓർഗാനിസംസിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പം നമ്മൾ ഓരോ ലെവലിലും അവരെ ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി പോരുന്നുണ്ട്. ഓക്കെ, ഈ ഓരോ ലെവൽസിൻ്റെയും അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയാം. ഞാൻ ഒന്നുകൂടി പറയാം, ഓർഗാനിസംസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഓരോ ലെവലിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ആ ഓരോ ലെവൽസിൻ്റെയും അറേഞ്ച്മെൻറ്റിനെ, ആ ലെവൽസിന് നമ്മൾ കാറ്റഗറീസ്, ടാക്സോണമിക് കാറ്റഗറീസ് എന്നാണ് പറയാം, അവരുടെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയാം. അപ്പോൾ ഡെഫിനിഷൻ അല്ലേ, ഇറ്റ് ഈസ് ദ ഫ്രെയിം വർക്ക് ബൈ വിച്ച് ടാക്സോണമിക് ഗ്രൂപ്പ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഡെഫിനിറ്റ് ഓർഡർ ഫ്രം ഹയർ ടു ലോവർ കാറ്റഗറീസ്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മുടെ ഇപ്പോൾ എർത്തിലാണെങ്കിൽ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് ഗ്രൂപ്പാക്കി തിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, മൊത്തം ഓർഗാനിസംസിനെ 5 ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചു. ഓക്കെ, ആദ്യത്തെ ലെവലിൽ നമ്മൾ ചെയ്തത് മൊത്തം ഓർഗാനിസംസിനെ നമ്മൾ 5 ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചു. അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് ആര്, ബാക്ടീരിയ അല്ലേ. അവരെ നമ്മൾ മൊണീറൻസ് എന്നാണ് പറയാം, മൊണീറൻസ്. ഓക്കെ, രണ്ടാമത്തേതാണ് പ്രോട്ടിസ്റ്റ്. മൂന്നാമത്തേതാണ് ഫംഗൈ. 4 പ്ലാന്റ്, 5 ആനിമാലിയ. ഇങ്ങനെ ടോട്ടൽ ഓർഗാനിസംസിനെ നമ്മൾ ആദ്യത്തെ ലെവൽ 1 നമ്മൾ എന്ത് ചെയ്തു, ലെവൽ 1 നമ്മൾ ടോട്ടൽ ഓർഗാനിസംസിനെ 5 ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചു. ഇനി മൊണീറൻസിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മൊണീറൻസിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, മൊണീറൻസിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. പല ഓർഗാനിസംസിനും പല എന്തായിരിക്കും ഉണ്ടാവുക, പല ഓർഗാനിസംസിനും പല സവിശേഷതകളും സ്വഭാവങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ സിമിലാരിറ്റീസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവരെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ലെവൽ 2ലാണ് നമ്മളിത് ചെയ്തത് അല്ലേ. ലെവൽ 2ൽ നമ്മൾ മൊണീറൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. അതുപോലെ പ്രോട്ടിസ്റ്റയെ നമ്മൾ വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്തി. ഓക്കെ, ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടാക്കി. റെഡി, ഫംഗസിനെയും നമ്മൾ ഗ്രൂപ്പ്സ് ഉണ്ടാക്കി. ഇങ്ങനെ രണ്ടാമത്തെ ലെവലിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫിക്കേഷൻ നടത്തി. മൂന്നാമത്തെ ലെവലിൽ ഇപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പാണെന്ന് സങ്കല്പിക്കാം, മൊണീറൻസിൻ്റെ. ഈ ഗ്രൂപ്പിനെ, ഫസ്റ്റ് ഗ്രൂപ്പിന് എന്ത് ചെയ്തു, അതിലെ ഓർഗാനിസം, അതിലും ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടാവും, അതിലെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഒക്കെ നോക്കിയിട്ട് വീണ്ടും അതിനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ആ ഗ്രൂപ്പിനെ വീണ്ടും നമ്മൾ ലെവൽ 3ൽ ക്ലാസിഫിക്കേഷൻ നടത്തി. ഇങ്ങനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തി പോരുമ്പോൾ ഈ ഓരോ ലെവൽസിനെയും നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് എന്നാണ് പറയാം. എന്താ പറയുക, ടാക്സോണമിക് കാറ്റഗറീസ്. അപ്പോൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ്റെ ലെവൽസിനെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയാം അല്ലേ. ഇങ്ങനെയുള്ള ടാക്സോണമിക് കാറ്റഗറീസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ, ഹയറാർക്കിയൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയാം. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ പ്രധാനമായിട്ടും 7 ലെവൽസ് ആണുള്ളത്. ഓക്കെ,
7 ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രധാനപ്പെട്ട ലെവൽസ്, അതിൻ്റെ ഇടയിലുള്ള മറ്റു അഡീഷണൽ ആയിട്ടുള്ള ലെവൽസ് വേറെയുമുണ്ട്. പ്രധാനപ്പെട്ട ലെവൽസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാറ്റഗറീസ് 7 ആണ്. അവരെ നമ്മൾ ഓബ്ലിഗേറ്റ് കാറ്റഗറീസ് എന്നാണ് പറയാം. എന്താ പറയുക? ഓബ്ലിഗേറ്റ് കാറ്റഗറീസ്. ഓബ്ലിഗേറ്റ് കാറ്റഗറീസ് ഏതൊക്കെയാണ് ഓബ്ലിഗേറ്റ് കാറ്റഗറീസ്? കിങ്ഡം അല്ലേ, ലെവൽ 1ലുള്ള കാറ്റഗറിയാണ് കിങ്ഡം. രണ്ടാമത്തേത് ഫൈലം, ലെവൽ 2ലുള്ളത് അല്ലേ, ലെവൽ 2ലുള്ളത് ഫൈലം. ദെൻ ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. ഫ്രം ഹയർ ടു ലോവർ അല്ലേ. ഹയർ കാറ്റഗറി ഏതാണ്? കിങ്ഡം, അല്ലെങ്കിൽ ഹയസ്റ്റ് കാറ്റഗറി കിങ്ഡം ആണ്. ദെൻ രണ്ടാമത് വരുന്ന കാറ്റഗറി ഫൈലമാണ്. ദെൻ ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. ഓക്കെ, ഇനി ഈ ഫൈലം എന്ന് പറയുന്നത് നമ്മൾ അനിമൽസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന കാറ്റഗറിയാണ്. പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഫൈലത്തിന് പകരം നമ്മൾ ഡിവിഷൻ എന്നുള്ള കാറ്റഗറിയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഡിവിഷൻ, ദ ബൊട്ടാണിസ്റ്റ് യൂസ് ഡിവിഷൻ ഇൻ പ്ലേസ് ഓഫ് ഫൈലം ആസ് എ കാറ്റഗറി ഇൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് കിങ്ഡം. അപ്പം അങ്ങനെ ആകുമ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷനിലുള്ളത് കിങ്ഡം, ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ് അല്ലേ. ഇനി ചില ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഈ 7 ലെവൽസിന് പുറമെ വീണ്ടും ചിലപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഇടയിൽ വീണ്ടും നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് വീണ്ടും നടത്തേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന കാറ്റഗറീസിനെ അല്ലെങ്കിൽ ലെവൽസിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് കാറ്റഗറീസ് എന്ന് പറയാം. ഓക്കെ, ഇൻ ഓർഡർ ടു മേക്ക് ടാക്സോണമിക് പൊസിഷൻ ഓഫ് സ്പീഷീസ് പ്രിസൈസ്, certain subcategories and super categories have been added to this list and they are called intermediate categories. സബ് കാറ്റഗറി, സൂപ്പർ കാറ്റഗറി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഉദാഹരണമായിട്ട് ഫൈലം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കാറ്റഗറിയാണ്. ഏത് കാറ്റഗറിയാണ്? ഓബ്ലിഗേറ്റ് കാറ്റഗറിയാണ് അല്ലേ. അപ്പോൾ ഫൈലത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് കിങ്ഡത്തിൻ്റെ താഴെയായിട്ട് ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ ഫൈലത്തിൻ്റെ മുകളിലായതുകൊണ്ട് അതിന് സൂപ്പർ ഫൈലം എന്നാണ് നമ്മൾ പറയുക. അതുപോലെ ഫൈലത്തിൻ്റെ താഴെയാണെങ്കിൽ അതിനെ സബ് ഫൈലമാണ് എന്നാണ് പറയാം. അപ്പോൾ ഒരു കാറ്റഗറിയുടെ മുകളിലുള്ള കാറ്റഗറിയാണ് നമ്മൾ സൂപ്പർ കാറ്റഗറി എന്ന് പറയാം, താഴെയുള്ള കാറ്റഗറിനെയാണ് സബ് കാറ്റഗറി എന്ന് പറയാം അല്ലേ. അതുപോലെ ക്ലാസിൻ്റെ മുകളിൽ നമ്മളൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സൂപ്പർ ക്ലാസ് എന്നാണ് പറയുക. ക്ലാസിൻ്റെ താഴെയുള്ള കാറ്റഗറിനെ സബ് ക്ലാസ് എന്നാണ് പറയുക. ഓർഡറിൻ്റെ മുകളിലുള്ളത് സൂപ്പർ ഓർഡർ, സബ് ഓർഡർ, സൂപ്പർ ഫാമിലി, സബ് ഫാമിലി അല്ലേ. ഇങ്ങനെ നമ്മുടെ ഓബ്ലിഗേറ്റ് കാറ്റഗറിയുടെ മുകളിലുള്ള കാറ്റഗറീസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാറ്റഗറി നമ്മൾ സൂപ്പർ കാറ്റഗറി എന്നാണ് പറയാം. താഴെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാറ്റഗറീനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് കാറ്റഗറി നമ്മൾ സബ് കാറ്റഗറി എന്നാണ് പറയാം. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സബ് കിങ്ഡം അല്ലേ, കിങ്ഡത്തിൻ്റെ താഴെ നമ്മൾ ഉണ്ടാക്കുന്ന സബ് കാറ്റഗറിയാണ് സബ് കിങ്ഡം. അതുപോലെ ഫൈലത്തിൻ്റെ മുകളിലുള്ളത് സൂപ്പർ ഫൈലം. ഡിവിഷൻ്റെ മുകളിലാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഫൈലത്തിന് പകരം ഡിവിഷനാണ് അല്ലേ. അപ്പോൾ എന്താണ്? സൂപ്പർ ഡിവിഷൻ എന്നാണ് പറയുക ഡിവിഷൻ്റെ മുകളിലുള്ളത്. ഇനി ഡിവിഷൻ്റെ താഴെയുള്ളതാണെങ്കിൽ സബ് ഡിവിഷൻ. ക്ലാസിൻ്റെ മുകളിലുള്ളത് സൂപ്പർ ക്ലാസ്, ക്ലാസിൻ്റെ താഴെയുള്ള സബ് ക്ലാസ്. ഇങ്ങനെ ഓരോ ഓബ്ലിഗേറ്റ് കാറ്റഗറിൻ്റെ മുകളിലും താഴെയുമായിട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് കാറ്റഗറീസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിലിപ്പോൾ ട്രൈബ് എന്ന് പറയുന്നത് സബ് ഫാമിലിൻ്റെ താഴെയും അതുപോലെ ജീനസിൻ്റെ മുകളിലുമായിട്ട് വരുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് കാറ്റഗറിയാണ് ട്രൈബ്. ഓക്കെ, ദെൻ സ്പീഷീസിൻ്റെ താഴെ വരുന്നതാണ് സബ് സ്പീഷീസും വെറൈറ്റിയും ഒക്കെ. ഓക്കെ, കാറ്റഗറീസ് in the hierarchy are in ascending order. As we go from the lowest rank species towards kingdom, the number of similar characters decreases. അതായത് അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ഇവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്പീഷീസ്, ദെൻ ജീനസ്, ദെൻ ഫാമിലി, ദെൻ ഓർഡർ, ദെൻ ക്ലാസ്, ഫൈലം, അതുപോലെ കിങ്ഡം അല്ലേ. അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. അതായത് ഒരേ സ്പീഷീസിലുള്ള ഓർഗാനിസംസ് ഷെയർ ചെയ്യുന്ന അത്രയും സിമിലാരിറ്റീസ് ഒരേ ജീനസിലുള്ള എന്നാൽ വ്യത്യസ്ത സ്പീഷീസിലുള്ള ഓർഗാനിസംസ് തമ്മിൽ ഉണ്ടാവില്ല. റെഡി? അത് തന്നെയാണ് മുകളിലെ അവസ്ഥ. അതായത് ഒരേ ഫാമിലിയിലുള്ള
എന്നാൽ വ്യത്യസ്ത ജീനസിലുള്ള ഓർഗാനിസംസ് തമ്മിലുള്ള കോമൺ ക്യാരക്ടേഴ്സ് കുറവായിരിക്കും ഒരേ ജീനസിൽ തന്നെയുള്ള വ്യത്യസ്ത ഓർഗാനിസംസ് തമ്മിലുള്ള കോമൺ ക്യാരക്ടേഴ്സിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ താഴെ നിന്നും മുകളിലോട്ട് പോകുന്തോറും സിമിലർ ക്യാരക്ടേഴ്സ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഇനി ഓഫ് വേരിയസ് കാറ്റഗറീസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺലി ദ സ്പീഷീസ് ഹാവ് എ റിയൽ എക്സിസ്റ്റൻസ് ഇൻ നേച്ചർ, അതേഴ്സ് ആർ മിയർലി മാൻമെയ്ഡ് കൺവീനിയൻറ്റ് ആൻഡ് ആർബിട്രറി ഗ്രൂപ്പ്സ് വിത്തൗട്ട് ആക്ച്വൽ എക്സിസ്റ്റൻസ് ഇൻ നേച്ചർ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്പീഷീസ്, ജീനസ്, ഫാമിലി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ റിയൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉള്ളത് ആർക്ക് മാത്രമാണ്? സ്പീഷീസിന് മാത്രമാണ്. സ്പീഷീസിനാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. മറ്റേതൊക്കെ നമുക്ക് പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കാറ്റഗറീസ് ആണ്. സ്പീഷീസ് ഈസ് റിഗാർഡഡ് ആസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നീറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. എന്താണ് ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത്? എന്താണ് ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? സ്പീഷീസ് ആണ് അല്ലേ. അതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഓബ്ലിഗേറ്റ് കാറ്റഗറി. സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? നമ്മളതാണ് നോക്കാൻ പോകുന്നത്. സെൻറ്റൻസിൻ്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കണ്ട. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ജീനോം അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ കണ്ടെയ്ൻ ചെയ്യുന്ന, സിമിലർ ജനറ്റിക് മെറ്റീരിയൽ കണ്ടെയ്ൻ ചെയ്യുന്ന, മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് വിച്ച് ക്യാൻ ഇൻ്റർബ്രീഡ് എമംഗ് ദംസെൽസ്. റെഡി? പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റുന്ന, മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള, റീപ്രൊഡക്റ്റീവ്ലി സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ നമ്മൾ സ്പീഷീസ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ നാച്ചുറൽ പോപ്പുലേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻസ് വിച്ച് റിസംബിൾ വൺ അനദർ ഇൻ ഓൾ എസെൻഷ്യൽ മോർഫോളജിക്കൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ്. അപ്പോൾ മോർഫോളജിക്കൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിൽ എന്താണ് സിമിലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരി സെയിം ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. അവർ ക്യാരി ചെയ്യുന്ന ജനറ്റിക് മെറ്റീരിയൽ, ക്രോമസോംസ് അല്ലെങ്കിൽ ജീനോം, അവരുടെ ജീനോം എന്താണ് സെയിം ആണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ജനറ്റിക്സ് മേക്കപ്പ് സെയിം ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് എന്ത് ചെയ്യാനും പറ്റും? അവരുണ്ടാക്കുന്ന ഓഫ് സ്പ്രിങ് ഫെർട്ടൈൽ ആയിരിക്കും. ഒരേ സ്പീഷീസ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അവരുണ്ടാക്കുന്ന ഓഫ് സ്പ്രിങ് എന്തായിക്കൊള്ളണമെന്നില്ല? ഫെർട്ടൈൽ ആയിക്കൊള്ളണമെന്നില്ല. സ്റ്റെറൈൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ ഒരേ ജനറ്റിക് മേക്കപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന, ക്യാരി സെയിം ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് ജീൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന, എന്താണ് റീപ്രൊഡക്റ്റീവ് അതുപോലെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്തിട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെയാണ് സ്പീഷീസ് എന്ന് പറയാം. ഓക്കെ, സ്പീഷീസിൻ്റെ തൊട്ട് ഹയർ ആയിട്ടുള്ള കാറ്റഗറിയാണ് ജീനസ് അല്ലേ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഹയർ കാറ്റഗറി അബവ് ദി ലെവൽ ഓഫ് സ്പീഷീസ്. സ്പീഷീസിൻ്റെ മുകളിലുള്ള കാറ്റഗറിയാണ് ജീനസ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് വിച്ച് ആർ റിലേറ്റഡ് ആൻഡ് ഹാവ് ലെസ് ക്യാരക്ടേഴ്സ് ഇൻ കോമൺ ആസ് കമ്പയർഡ് ടു സ്പീഷീസ്. എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഗ്രൂപ്പിനെയാണ്, പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ജീനസ് എന്ന് പറയാം. അതുപോലെ തന്നെ ആൻഡ് ഹാവ് ലെസ് ക്യാരക്ടേഴ്സ് ഇൻ കോമൺ ആസ് കമ്പയർഡ് ടു സ്പീഷീസ്. ഒരേ സ്പീഷീസിലുള്ള രണ്ട് ഓർഗാനിസംസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിലുള്ള കോമൺ ക്യാരക്ടേഴ്സ് കൂടുതലായിരിക്കും. പക്ഷെ ഒരേ ജീനസിലുള്ളതാണെങ്കിൽ ഒരേ സ്പീഷീസിലുള്ള ഓർഗാനിസംസ് ഷെയർ ചെയ്യുന്ന അത്രയും കോമൺ ക്യാരക്ടേഴ്സ് ഒരേ ജീനസിലുള്ള ഓർഗാനിസംസ് ഷെയർ ചെയ്തോളന്ന് ഇല്ല. ഓക്കെ, അവിടെ മുകളിലോട്ട് പോകുന്തോറും സിമിലർ ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. റെഡി? ഫോർ എക്സാമ്പിൾ, പൊട്ടറ്റോ സൊളാനം ട്യൂബറോസം ആൻഡ് ബ്രിഞ്ചൽ സൊളാനം മെലനോജിന, though they constitute different species. അവർ രണ്ടാളും ഡിഫറെൻറ്റ് സ്പീഷീസ് ആണെങ്കിലും ബിലോങ് ടു ദി സെയിം ജീനസ് സൊളാനം. സൊളാനം എന്ന് പറയുന്ന ജീനസിലുള്ള രണ്ട് സ്പീഷീസാണ് സൊളാനം ട്യൂബറോസവും അതുപോലെ സൊളാനം മെലോഞ്ചിനയും. സിമിലർലി ലയൺ, പാന്തര ലിയോ എന്നാണ് ലയണിൻ്റെ സയൻറ്റിഫിക് നെയിം. അതുപോലെ ലെപ്പേർഡ്, പാന്തര പാഡസ് എന്നാണ് ലെപ്പേർഡിൻ്റെ സയൻറ്റിഫിക് നെയിം. ദെൻ ടൈഗർ, പാന്തര ടൈഗ്രീസ്. ഇവർ മൂന്നാളും have several common features and are included in the same genus Panthera. പാന്തര എന്ന് പറയുന്ന ജീനസിലാണ് ഇവർ മൂന്നാളും ഉള്ളത്. ഓക്കെ, പാന്തര പാഡസ്, പാന്തര ലിയോ,
പാന്തര ടൈഗ്രീസ്. റെഡി? മൂന്നാളും പാന്തര എന്ന് പറയുന്ന ജീനസാണ്. ഇനി ജീനസിൻ്റെ നേരെ മുകളിലുള്ള കാറ്റഗറിയാണ് ഫാമിലി. Family is represented by a group of related genera that are more similar to each other than with the genera of other families. അതായത് ഫാമിലി എന്ന് പറഞ്ഞാൽ ജീനസിൻ്റെ, ജനറ എന്നാണ് ജീനസിൻ്റെ പ്ലൂറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ജീനസിൻ്റെ ഗ്രൂപ്പ് ഓഫ് ജീനസ് അല്ലേ, പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള സിമിലർ ജീനസിൻ്റെ സിമിലർ ജനറയുടെ ഒരു അസംബ്ലേജിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുക. ഫാമിലീസ് ആർ ക്യാരക്ടറൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ്. നമ്മൾ പ്ലാന്റ് സ്പീഷീസിൻ്റെ കേസിൽ, പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ ഫാമിലീസ് ഡിഫൈൻ ചെയ്യുമ്പം രണ്ട് ക്യാരക്ടേഴ്സും പരിഗണിക്കും. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ എന്ത് ക്യാരക്ടേഴ്സും, റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സും നമ്മൾ നോക്കും. ഓക്കെ. ദ ജനറ ലൈക്ക് സൊളാനം, പെറ്റൂണിയ, ദാത്തുറ, എട്രോപ്പ എക്സെട്ര ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റീസ് ആർ പ്ലേസ്ഡ് ഇൻ ദി ഫാമിലി സൊളനേസിയെ. പ്ലാന്റ്സിൻ്റെ കേസിലുള്ള ഫാമിലിക്ക് എക്സാമ്പിളാണ് സൊളനേസിയ. നമ്മളെ എൻസിആർടിയിലുള്ള ഫാമിലിയാണ് സൊളനേസിയെ. അതിലുള്ള ജീനസ് ആരൊക്കെയാണ്? സൊളേനം ഉണ്ട്, അതുപോലെ പെറ്റൂണിയ, ദത്തൂറ ആൻഡ് അട്രോപ്പ അല്ലേ. ഇവരൊക്കെ എന്താണ്? സൊളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിലെ ജീനസുകളാണ്. ഇൻ അനിമൽസിലാണെങ്കിൽ ലയണും ലെപ്പേർഡും ടൈഗറും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാന്തര ജീനസ് ആണ് അല്ലേ. അതുപോലെ കാറ്റ്, ഫെലിസ് ആണ് കാറ്റിൻ്റെ ജീനസ്. ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നാണ് കാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം. ഫെലിസും അതുപോലെ പാന്തറയും ഈ രണ്ട് ജീനസും ഉൾക്കൊള്ളുന്നത് ഫെലിഡെ എന്ന് പറയുന്ന ഫാമിലിയിലാണ്. ഓക്കെ. സൊളനേസിയയിലാണ് സൊളനവും പെറ്റൂണിയയും ദാത്തുറയും അട്രോപ്പയും ഒക്കെ ഉള്ളത്. അതുപോലെ ഫെലിഡെ എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഫെലിസ് എന്ന് പറയുന്ന ജീനസും പാന്തര എന്ന് പറയുന്ന ജീനസും ഉള്ളത്. ഇനി നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന ജീനസിൻ്റെ നേരെ മുകളിലുള്ളതാണ് ഓർഡർ അല്ലേ. ഓർഡർ ഈസ് ആൻ അസംബ്ലേജ് ഓഫ് ഫാമിലീസ് റിസംബ്ലിങ് വൺ അനദർ ഇൻ എ ഫ്യൂ ക്യാരക്ടേഴ്സ്. ഫാമിലീസിൻ്റെ അസംബ്ലേജ് ആണ്, പരസ്പര സിമിലാരിറ്റീസ് കാണിക്കുന്ന ഫാമിലീസിൻ്റെ അസംബ്ലേജിനാണ് നമ്മൾ ഓർഡർ എന്ന് പറയുക. ഓർഡർ കാർണിവോറ കണ്ടെയ്ൻസ് റിലേറ്റഡ് ഫാമിലീസ് ഓഫ് കാനിഡെ, ഫെലിഡെ. കാർണിവോറ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഹെർബിവോർ, കാർണിവോർ എന്നൊക്കെ പറയില്ലേ. ഹെർബിവോർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ ഫീഡ് ചെയ്യുന്നവരാണ് ഹെർബിവോർ എന്ന് പറയുക. കാർണിവോർ എന്ന് പറഞ്ഞാൽ ഫ്ലഷിൽ അല്ലെങ്കിൽ മീറ്റിലൊക്കെ ഫീഡ് ചെയ്യുന്നവരാണ് നമ്മൾ കാർണിവോർ എന്ന് പറയുക. അപ്പോൾ കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാന്തിറയും ഫെലിസും ഒക്കെ ഉൾക്കൊള്ളുന്ന ഫെലിഡെ എന്ന് പറയുന്ന ഫാമിലിയും, അതുപോലെ കാനിസ് ഫെമിലിയാരിസ് എന്ന് പറയുന്ന നമ്മളെ ഡോഗൊക്കെ ഉൾക്കൊള്ളുന്ന കെനിഡെ ഫാമിലിയും, ഇവർ രണ്ട് ഫാമിലിയും ഏതിലാണ്? കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിലാണുള്ളത്. ആൻ ഓർഡർ എൻസ് ഇൻ സഫിക്സ് എയിൽസ് ഇൻ പ്ലാന്റ്സ്. എയിൽസ് എന്നുള്ള സഫിക്സിലാണ് ഓർഡർ എൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പൊയേൽസ്, പൊയാസി ആൻഡ് പൊയേൽസ് അല്ലേ. പൊയേൽസ് ഇങ്ങനെ ALESലാണ് പ്ലാന്റ്സിലുള്ള ഓർഡർ എന്ത് ചെയ്യുക? എൻഡ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ക്ലാസ് ആണ്. ഓർഡറിൻ്റെ മുകളിലുള്ള ടാക്സോണമിക് കാറ്റഗറിയാണ് ക്ലാസ്. ഇറ്റ് ഈസ് എ ടാക്സോണമിക് കാറ്റഗറി മേഡ് അപ്പ് ഓഫ് വൺ ഓർ മോർ റിലേറ്റഡ് ഓർഡേഴ്സ്. പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ് ഉള്ളതാണ്. ഒരുപാട് ക്ലാസ്സസിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഒരുപാട് ഓർഡേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ക്ലാസ് മമ്മേലിയ ഹാസ് എ നമ്പർ ഓഫ് ഓർഡേഴ്സ് ലൈക്ക് കാർണിവോറ, റോഡൻഷ്യ, ഇൻസെക്റ്റിവോറ, ഇൻസെക്ട്സ് ഉൾക്കൊള്ളുന്ന ഇൻസെക്റ്റിവോറ, റോഡൻസ് ഉള്ള റോഡൻഷ്യ, കാർണിവോറസ് ഉള്ള കാർണിവോറ. ഈ മൂന്ന് ഓർഡേഴ്സും മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഉള്ളത് അല്ലേ. ഇറ്റ് എൻസ് ഇൻ സഫിക്സസ് ഫൈസിയെ, ഓപ്സിഡെ ആൻഡ് AE ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലാണെങ്കിൽ ഈ നമ്മൾ ഈ പറയപ്പെട്ട മൂന്ന് സഫിക്സസ് ആണ് യൂസ് ചെയ്യുക പ്രധാനമായിട്ടും, ഫൈസിയെ, ഓപ്സിഡ ആൻഡ് AE. ഓക്കെ. സഫിക്സ് ഈസ് നോട്ട് ഫിക്സ്ഡ് ഇൻ കേസ് ഓഫ് അനിമൽസ്. അനിമൽസിൻ്റെ കേസിൽ അങ്ങനെ ഫിക്സ്ഡ് സഫിക്സസ് ഇല്ല. സെപ്പറേറ്റ് യൂണീക്ക് ആയിട്ടുള്ള ഓരോ നെയിംസ് ആണ് ഓരോ ക്ലാസ്സിനും ഉണ്ടായിരിക്കുക. ഓക്കെ. ഇനി അതിൻ്റെ മുകളിലുള്ളതാണ് ആര്? ഫൈലം. ക്ലാസ്സിൻ്റെ മുകളിലുള്ളതാണ് ഫൈലം. അത് പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഡിവിഷൻ. ഫൈലം ഓർ ഡിവിഷൻ കൺസിസ്റ്റ് ഓഫ് 1 to several റിലേറ്റഡ് ക്ലാസ്സസ് ഹാവിങ് സം സിമിലർ കോറിലേറ്റഡ് ക്യാരക്ടേഴ്സ്. ഫൈലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള അസംബ്ലേജ് ഓഫ് ക്ലാസ്സസിനെയാണ് നമ്മൾ ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം എന്ന് പറയുക. എമംഗ് ദി ആനിമൽസ് എക്സാമ്പിൾ
ഫൈലം കോഡേറ്റ ഇൻക്ലൂഡ്സ് പിസസ്, ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. ഇവരൊക്കെ ഓരോ ക്ലാസ് ആണ് അല്ലേ. ക്ലാസ് പിസസ്, ഫിഷസിൻ്റെ ക്ലാസ് ആണ് പിസസ് എന്ന് പറയുന്നത്. ഫ്രോഗ് പോലെയുള്ള സംഭവങ്ങളുടെ ക്ലാസ് ആണ് ആംഫിബിയ എന്ന് പറയുന്നത്. റെപ്റ്റീലിയ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക സ്നേക്കൊക്കെ ഉൾക്കൊള്ളുന്ന ക്ലാസ് ആണ്. അതുപോലെ ഏവ്സ് എന്ന് പറയുന്നത് ബേഡ്സ് ആണ്. അതുപോലെ മാമൽസ് അല്ലേ, ഇവരെയൊക്കെ ഉൾക്കൊള്ളുന്ന ഫൈലമാണെന്ത്, ഫൈലം കോഡേറ്റ. ഇനി ഇവർക്കൊക്കെ ഉള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഓൾ ക്ലാസ്സസ് അറ്റ് സം സ്റ്റേജ് ഇൻ ദർ ലൈഫ്സ് ഹാവ് കോമൺ ക്യാരക്ടേഴ്സ് ലൈക്ക് പ്രസൻസ് ഓഫ് എ നോട്ടോകോഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം, ഫാരിങ്സ് പെർഫോറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ അനിമൽസിനെ കുറിച്ച് പഠിക്കുമ്പം വളരെ വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും ക്യാരക്ടേഴ്സ്, നോട്ടോകോഡ് എന്ന് പറയുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചർ, അതുപോലെ തന്നെ ഡോർസൽ ഹോളോ ആയിട്ടുള്ള ന്യൂറൽ സിസ്റ്റം, നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ ഗിൽ സ്ലിറ്റ്സ് ഉള്ള ഫാരിങ്സ്, ഈ മൂന്ന് സംഭവങ്ങൾ പോസ്റ്റ് ആനൽ ടെയിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു കോമൺ ഫീച്ചറായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഉള്ള ടീമിനെയാണ് നമ്മൾ കോഡേറ്റ എന്ന് പറയുക. അപ്പോൾ ഫൈലം കോഡേറ്റയിലാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ വരുന്നത്. ക്ലാസ് പിസസ്, ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. ഓക്കെ, ഇനി അടുത്തത് കിങ്ഡം ആണ് ഏറ്റവും ടോപ്പിലുള്ളത് അല്ലേ. ഇൻ ജനറൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഓർഗാനിസംസ് വിച്ച് ഷെയർ എ സെറ്റ് ഓഫ് ഡിസ്റ്റിങ്വിഷിംഗ് കോമൺ ക്യാരക്ടേഴ്സ്. ദിസ് ഈസ് ദ ഹയസ്റ്റ് കാറ്റഗറി ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. പ്ലാന്റ്സ് ആർ പുട്ട് ഇൻ പ്ലാന്റ് കിങ്ഡം ആൻഡ് അനിമൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി അനിമൽ കിങ്ഡം. അതായത് പ്ലാന്റ്സ്, നമ്മൾ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള സെൽ വാളുള്ള ടീമാണ് പ്ലാന്റ്സ്. അവർ നമ്മൾ കിങ്ഡം പ്ലാന്റ് എന്ന് പറയും. അതുപോലെ സെൽ വാളില്ലാത്ത ഹെട്രോട്രോഫിക് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് അനിമൽസ്. അവരെ കിങ്ഡം അനിമാലിയ എന്ന് വിളിക്കും. ഇനി ഹെട്രോട്രോഫിക് ആയിട്ടുള്ള എന്നാൽ സെൽവാളുള്ള ടീമാണ് ഫംഗസ്. അവരെ നമ്മൾ കിങ്ഡം ഫംഗൈ എന്ന് വിളിക്കും. യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡം. യൂണിസെല്ലുലാർ പ്രോകാരിയോട്സ് ആണ് നമ്മുടെ മൊണീറ എന്ന് പറയുന്ന കിങ്ഡം. ഇങ്ങനെ 5 കിങ്ഡംസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള, അതായത് ആദ്യത്തെ ലെവൽ, നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ ലെവലിനെയാണ് നമ്മൾ കിങ്ഡം ലെവൽ എന്ന് പറയാം, അല്ലെങ്കിൽ കാറ്റഗറി കിങ്ഡം എന്ന് പറയാം. നമുക്ക് പ്രധാനമായിട്ടും 5 കിങ്ഡംസ് ആണ് ഉള്ളത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ടാക്സോണമിക് കാറ്റഗറിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഞാൻ ടാക്സോൺ എന്ന് പറയുന്ന ഒരു ടേം കൂടി പരിചയപ്പെടുത്താം. ടാക്സോൺ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഇൻ എനി ലെവൽ. അതായത് നമ്മളിപ്പോൾ ഒരുപാട് ലെവൽസ് പഠിച്ചു അല്ലേ. കിങ്ഡം ലെവൽ, ഫൈലം ലെവൽ, ക്ലാസ് ലെവൽ, ഓർഡർ, ഫാമിലി, ഇതൊക്കെ ലെവൽസാണ്. ഈ ഏതെങ്കിലും എല്ലാ ലെവൽസിലും നമ്മൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓർഗാനിസംസിൻ്റെ. നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് പോരാണ് ചെയ്യുക അല്ലേ. അപ്പം ഇവിടെ ഓരോ ലെവലിലും ഉള്ള ഓർഗാനിസംസിൻ്റെ ഗ്രൂപ്പിനെ നമുക്ക് ടാക്സോൺ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, മാമൽസ് എന്ന് പറയുന്നത് ഒരു ടാക്സോൺ ആണ്. ഈ ടാക്സോണിൻ്റെ കാറ്റഗറി ഏതാണ്? ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് മാമൽസ് എന്ന് പറയുന്ന ടാക്സോൺ വരുന്നത്. ഓക്കെ, ബേഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടാക്സോൺ ആണ്. ബേഡ്സ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൻ്റെ കാറ്റഗറി ഏതാണ്? ക്ലാസ് ആണ് അല്ലേ. ഇങ്ങനെ ഇനി പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു ടാക്സോൺ ആണ്, അതിൻ്റെ കാറ്റഗറി കിങ്ഡമാണ്. ഇങ്ങനെ ഓരോ ലെവലിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗാനിസംസിൻ്റെ ഗ്രൂപ്പിനെ നമുക്ക് ടാക്സോൺ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ടാക്സോൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഹാവിങ് സം സിമിലാരിറ്റീസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ടാക്സോൺ അല്ലേ. അത് ഏത് കാറ്റഗറിയിലും ആവാം, ഇന്ന കാറ്റഗറിയിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ദെൻ നമുക്ക് NCERT-യിൽ കുറച്ച് ഓർഗാനിസംസിൻ്റെ നെയിംസ്, സയൻറ്റിഫിക് നെയിംസ് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്താൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി പോവാം. അതായത് ഹ്യൂമൻസ് അല്ലേ, മാൻ്റെ എന്താണ് സയൻറ്റിഫിക് നെയിം? ഹോമോ സാപ്പിയൻസ് അല്ലേ. ഹോമോ സാപ്പിയൻസ് എന്നാണ്
സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ബൈനോമിയൽ. ഇനി ഹോമോ എന്നുള്ളതാണ് ജീനസ്, ഹോമിനിഡെ എന്നുള്ളതാണ് എന്ത്, ഹോമിനിഡെ എന്നുള്ളതാണ് ഫാമിലി, പ്രൈമേറ്റ എന്നുള്ളതാണ് ഓർഡർ, മമേലിയ എന്നുള്ളതാണ് എന്ത് ക്ലാസ്, കോഡേറ്റ എന്നുള്ളതാണ് ഫൈലം. ഓക്കെ, മാൻ, ഹോമോസാപ്പിയൻസ്, ഹോമോ, ഹോമിനിഡെ, പ്രൈമേറ്റ, മമേലിയ, കോഡേറ്റ. ഇനി അടുത്തത് ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈൻ്റെത് നമ്മൾ NCERT ഉള്ളതായതുകൊണ്ട് നമ്മളെല്ലാം പഠിക്കണം. മസ്ക ഡൊമസ്റ്റിക്ക, മസ്ക ഡൊമസ്റ്റിക്ക, മസ്കയാണ് ജീനസ് നെയിം. മ്യൂസിഡെ എന്നാണ് എന്ത്, മ്യൂസിഡെ എന്നാണ് ഫാമിലി നെയിം, മ്യൂസിഡെ. ഡിപ്റ്റിറയാണ് എന്ത് ഓർഡർ, ഇൻസെക്റ്റയാണ് ക്ലാസ്, ആർത്രോപോഡയാണ് അതിൻ്റെ ഫൈലം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ NCERT 5 നെയിംസ് ഇനിയുണ്ട് അല്ലേ. മാഞ്ചിഫറ ഇൻഡിക്ക, മാംഗോ അല്ലേ, മാംഗോ, മാഞ്ചിഫറ ഇൻഡിക്ക, മാഞ്ചിഫറ ഇതിന്ന് തന്നെ പഠിക്കണം. ഇൻഡിക്ക, മാഞ്ചിഫറ ആണ് ജീനസ് നെയിം. അനക്കാഡിയാസിയയാണ് അതിൻ്റെ ഫാമിലി, അനക്കാഡിയാസിയെ. സാപ്പിൻഡെയിൽസ് ആണ് ഓർഡർ, സാപ്പിൻഡെയിൽസ്. ഡൈക്കോട്ടിലിഡോണയാണ്, ഡൈക്കോട്ടിലിഡോണയാണ് എന്ത് ക്ലാസ്, ഫൈലം ആൻജിയോ സ്പേം, സോറി ഡിവിഷൻ ആൻജിയോ സ്പേമെ. ഓക്കെ, ഡൈക്കോട്ടിലിഡോണെ, ആൻജിയോ സ്പേമെ. അതുപോലെ വീറ്റിൻ്റെതുണ്ട്, വീറ്റ് ട്രിറ്റിക്കം ഈസ്റ്റിവം, ട്രിറ്റിക്കം ഈസ്റ്റിവം, ട്രിറ്റിക്കം എന്നാണ് അതിൻ്റെ ജീനസ് നെയിം. പൊയാസിയയാണ് അതിൻ്റെ ഫാമിലി നെയിം, പൊയാസിയെ. പൊയേൽസ് ആണ് അതിൻ്റെ ഓർഡർ, മോണോകോട്ടിലിഡണെ ആണ് അതിൻ്റെ, മോണോകോട്ടിലിഡണെ ആണ് അതിൻ്റെ ക്ലാസ്. അതുപോലെ ആൻജിയോസ്പേമയാണ് അതിൻ്റെ എന്ത് ഡിവിഷൻ. ഓക്കെ, മാന്, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ് അല്ലേ. ഇങ്ങനെ നമ്മുടെ NCERT കൊടുത്തിട്ടുള്ള എല്ലാ 5 എക്സാമ്പിൾസും അതിൻ്റെ മാൻ ഉണ്ട്, ഹൗസ് ഫ്ലൈ ഉണ്ട്, മാംഗോ ഉണ്ട്, വീറ്റ് ഉണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 എക്സാമ്പിൾസാണ് നമുക്ക് NCERT പഠിക്കാനുള്ളത്. ഈ 4 എക്സാമ്പിൾസും ഇവരുടെ ജീനസ് നെയിം, അതുപോലെ തന്നെ സയൻറ്റിഫിക് നെയിം, ജീനസ് നെയിം, ഫാമിലി, ഓർഡർ, ക്ലാസ്, അതുപോലെ തന്നെ ഫൈലം, ഇതെല്ലാം നമ്മൾ ഓർത്ത് വെക്കണം. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉടനീളം പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്യണം. അത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ മിനിമം ഒരു 10 years ബാക്കിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രധാനമായും സയൻറ്റിഫിക് നെയിംസിനെ കുറിച്ചും സിസ്റ്റമാറ്റിക്സിനെ കുറിച്ചും അതുപോലെ ടാക്സോണമിക് ഹയറാർക്കിയെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ്ലി റിട്ടൺ സയൻറ്റിഫിക് നെയിം ഓഫ് മാംഗോ വിച്ച് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ കരോളസ് ലിനേയസ്. കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ള നെയിം, മാംഗോൻ്റെ നെയിം ഏതാണെന്ന് നമുക്കറിയാം. സയൻറ്റിഫിക് നെയിം ബൈനോമിയൽ മാഞ്ചിഫറ ഇൻഡിക്ക എന്നുള്ളതാണ്. പിന്നീട് ഇവിടെ ബൈനോമിയൽ എപ്പിത്തറ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതായത് സയൻറ്റിസ്റ്റിൻ്റെ നെയിമും കൂടി വരികയാണെങ്കിൽ എങ്ങനെയാണ് എഴുതുക. അപ്പോൾ അത് നമ്മൾ പറഞ്ഞത് അബ്രിവിയേറ്റഡ് ഫോമിൽ, അതായത് ലിനേയസ് ആണെങ്കിൽ ലിൻ എന്നാണ് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ എന്നാണ് നമ്മൾ മാംഗോൻ്റെ സയൻറ്റിഫിക് നെയിമായിട്ട് എഴുതുക അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾസ് ഓഫ് ICBN. ICBN
ICBN എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്. അതുപോലെ ICZN എന്ന് പറഞ്ഞാൽ ICZN എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ്. ICBN അതൊരു ബോഡിയാണ്, നെയിം ചെയ്യാനുള്ള ബോഡിയാണ്. സയൻറ്റിസ്റ്റിൻ്റെ ബോഡിനെയാണ് നമ്മൾ ICBN എന്ന് പറയുക. ICBNൻ്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന്. ഹാൻഡ് റിട്ടൺ സയൻറ്റിഫിക് നെയിം ഷുഡ് ബി അണ്ടർലൈൻഡ്. ശരിയാണ് അല്ലേ? നമ്മൾ എഴുതുകയാണെങ്കിൽ സയൻറ്റിഫിക് നെയിംസ് എഴുതുകയാണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യണം. എവറി സ്പീഷീസ് ഷുഡ് ഹാവ് എ ജനറിക് നെയിം ആൻഡ് എ സ്പെസിഫിക് എപ്പിത്തറ്റ്. ഒരു ജനറിക് നെയിമും അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് എപ്പിത്തറ്റും വേണം. സയൻറ്റിഫിക് നെയിംസ് ആർ ഇൻ ലാറ്റിൻ ആൻഡ് ഷുഡ് ബി ഇറ്റാലിസൈസ്ഡ്. സയൻറ്റിഫിക് നെയിംസ് എന്തായിരിക്കണം? ലാറ്റിൻ ലാംഗ്വേജിലായിരിക്കണം. അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്യുമ്പം ഇറ്റാലിക്സിലായിരിക്കണം അല്ലേ? ജനറിക് ആൻഡ് സ്പെസിഫിക് നെയിം ഷുഡ് ബി റിട്ടൺ വിത്ത് സ്റ്റാർട്ടിങ് വിത്ത് സ്മോൾ ലെറ്റേഴ്സ്. ഇവിടെ ജനറിക് നെയിം ക്യാപിറ്റൽ ലെറ്ററിലും അതുപോലെ തന്നെ സ്പെസിഫിക് നെയിം സ്മോൾ ലെറ്ററിലുമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോമൻക്ലേച്ചർ ഇസ് ഗവേൺഡ് ബൈ സർട്ടൺ യൂണിവേഴ്സൽ റൂൾസ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് കോൺട്രറി ടു ദി റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ? താഴെ പറയുന്നതിൽ ഏതാണ് നോമൻക്ലേച്ചറുമായിട്ട് പൊരുത്തപ്പെടാത്തത്, റൂൾസുമായിട്ട് പൊരുത്തപ്പെടാത്തത്? നെയിംസ് ആർ റിട്ടൺ ഇൻ ലാറ്റിൻ ആൻഡ് ആർ ഇറ്റാലിസൈസ്ഡ്. കറക്റ്റാണ്. വെൻ റിട്ടൺ ബൈ ഹാൻഡ് ദ നെയിംസ് ആർ ടു ബി അണ്ടർലൈൻഡ്. ഇതൊക്കെ നീറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റിട്ടൺ ചെയ്യുമ്പോൾ ഹാൻഡ് ഉപയോഗിച്ചിട്ട് എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്യണം. ബയോളജിക്കൽ നെയിംസ് ക്യാൻ ബി റിട്ടൺ ഇൻ എനി ലാംഗ്വേജ്. എല്ലാ ലാംഗ്വേജിലും നമുക്ക് ബയോളജിക്കൽ നെയിംസ് എഴുതാൻ പറ്റില്ല അല്ലേ? ലാറ്റിൻ ലാംഗ്വേജിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ്സ് ദ ജീനസ് നെയിം ആൻഡ് ദ സെക്കൻഡ് ഈസ് എ സ്പെസിഫിക് എപ്പിത്തറ്റ്. അതും കറക്റ്റാണ്. അപ്പോൾ റോങ് ആയിട്ടുള്ളത് എന്താണ്? സി ആണ് അല്ലേ? ബയോളജിക്കൽ നെയിംസ് ക്യാൻ ബി റിട്ടൺ ഇൻ എനി ലാംഗ്വേജ് എന്നതിന് പകരം റിട്ടൺ ഇൻ ലാറ്റിൻ ലാംഗ്വേജ്. ഓക്കെ. കോമൺ ക്യാരക്ടറിസ്റ്റിക് ബിറ്റ്വീൻ ടൊമാറ്റോ ആൻഡ് പൊട്ടാറ്റോ വിൽ ബി മാക്സിമം അറ്റ് ദി ലെവൽ ഓഫ് ദെയർ. അതായത് പൊട്ടറ്റയും ടൊമാറ്റോയും തമ്മിലുള്ള കോമൺ ക്യാരക്ടേഴ്സ് ഏറ്റവും കൂടുതൽ എവിടെ ആയിരിക്കും? ഏറ്റവും കൂടുതൽ സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുക എവിടെയാണ്? ഏറ്റവും ലോവർ ആയിട്ടുള്ള കാറ്റഗറിയിലാണ് അല്ലേ? അപ്പോൾ ഇവർ ഒരു ജീനസ് അല്ല അല്ലേ? ടൊമാറ്റോയും പൊട്ടറ്റോയും ഡിഫറെൻറ്റ് ജീനസ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവരെന്താണ്, ഒരേ ഫാമിലി ആയതുകൊണ്ട് ഫാമിലി ഫാമിലി എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും ഇവർ എന്ത് കാണിക്കുക? മാക്സിമം സിമിലാരിറ്റീസ് കാണിക്കുക. ഓക്കെ, ഇതും കർണാടക നീറ്റിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസംസ് ഈ സയൻറ്റിഫിക്കലി കറക്റ്റ്ലി നെയിംഡ്, കറക്റ്റ്ലി പ്രിൻറ്റഡ് അക്കോർഡിംഗ് ടു ദി ഇൻ്റർനാഷണൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ആൻഡ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്ഡ്? മസ്ക ഡൊമസ്റ്റിക്ക, ദ കോമൺ ഹൗസ് ലിസാർഡ്. മസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത് ഹൗസ് ഫ്ലൈൻ്റെ നെയിമാണ് അല്ലേ? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, എ പ്രോട്ടോസോവൻ പാത്തോജൻ കോസിംഗ് ദി മോസ്റ്റ് സീരിയസ് ടൈപ്പ് ഓഫ് മലേറിയ. മലേറിയ പരത്തുന്ന പാത്തോജനാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. അത് കറക്റ്റാണ്. ഫെലിസ് ടൈഗ്രിസ്, ദ ഇന്ത്യൻ ടൈഗർ. ടൈഗറിൻ്റെ പേരെന്താണ്? പാന്തറ ടൈഗ്രിസ് ആണ് അല്ലേ? അപ്പോൾ അത് കറക്റ്റ് അല്ല. ഈ കോള എന്ന് പറയുന്നത് എസ്കറീഷ്യ കോളയാണ്. ഇവിടെ എൻഡമീബ കോള എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഓക്കെ, മലേറിയ പരത്തുന്ന സ്പീഷീസ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ലെസ് ജനറൽ ഇൻ ക്യാരക്ടേഴ്സ് ആസ് കമ്പയർഡ് ടു ജീനസ്? ജീനസുമായി കമ്പയർ ചെയ്യുമ്പം ലെസ് ജനറൽ ഇൻ ക്യാരക്ടേഴ്സ് ഏതാണെന്ന്. ഓക്കെ, ലെസ് ജനറൽ ഇൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് പോകുന്തോറും മോർ ജനറൽ ഇൻ ക്യാരക്ടേഴ്സ് ആയി വരും. അതുപോലെ താഴേക്ക് വരുന്തോറും എന്താവും? താഴേക്ക് വരുന്തോറും ലെസ് ജനറൽ ഇൻ ക്യാരക്ടേഴ്സ് ആൻഡ് മോർ സ്പെസിഫിക് ഇൻ ക്യാരക്ടേഴ്സ് ആയി വരും. ഓക്കെ, അപ്പോൾ ഇതിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ലെസ് ജനറൽ എന്ന് ചോദിച്ചാൽ സ്പീഷീസ് ആണ് അല്ലേ? സ്പീഷീസ് ആണ്. ഓക്കെ, സ്പീഷീസ് ആണ്. മോർ ജനറൽ ഇൻ ക്യാരക്ടേഴ്സ് എന്ന് ചോദിച്ചാലോ? മോർ ജനറൽ എന്ന് ചോദിക്കുമ്പം ഡിവിഷൻ ആയിരിക്കും അല്ലേ? ഇനി ലെസ് സ്പെസിഫിക് എന്ന് ചോദിച്ചാലും ഡിവിഷനാണ്. മോർ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ആയിരിക്കും അല്ലേ? ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താഴെന്ന് മുകളിലോട്ട് വരുന്തോറും മോർ ജനറലായി വരും, ലെസ് സ്പെസിഫിക് ആയിട്ട് വരികയാണ് ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബയോളജിയുടെ +1 ക്ലാസ്സിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന
ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. NCERT തറോലി 2-3 പ്രാവശ്യം തറോലി പഠിക്കുക. NCERT മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് പോവാം. NCERT മാത്രം പഠിച്ചാൽ തന്നെ ബയോളജിയിൽ നമുക്ക് 360 ഔട്ട് ഓഫ് 360 സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.